ബിഗ് ബോസ് തമിഴ് സീസൺ 8 64ാമത്തെ ദിവസത്തിലെ ഒരു ഷോർട്ട് റിവ്യൂയിലേക്ക് പോകാം. അപ്പം 10ാമത്തെ ആഴ്ചയുടെ തുടക്കമാണ്. ആസ് യൂഷ്വൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ആ ഒരു ഫ്ലോപ്പ് മോഡിൽ തന്നെ സീസൺ 8 പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നലത്തെ ഒരു ദിവസത്തിന്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നോമിനേഷൻസ് നടന്നു. കണ്ടസ്റ്റൻസ് തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും, പുതിയ ക്യാപ്റ്റനായിട്ടുള്ള രഞ്ജിത്ത് വന്നത് അത് പ്രോപ്പറായിട്ടുള്ള ഒരു റൂളിംഗ് ഇല്ലാത്തത് കൊണ്ട് അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നു. പിന്നെ ഷോപ്പിംഗ് ടാസ്ക്, ഇതൊക്കെ തന്നെയാണ് ഇന്നലെ നടന്ന ഒരു സംഭവം. അതുപോലെ തന്നെ ഈ ഒരാഴ്ച വീക്ക്ലി ടാസ്ക് ആയിട്ട് സെർവന്റ് ആൻഡ് ബോസ് അല്ലെന്നുണ്ടെങ്കിൽ സെർവന്റ് ആൻഡ് മാസ്റ്റർ എന്നൊരു വീക്ക്ലി ടാസ്ക് ആണ് വരാൻ പോകുന്നത്. ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഇന്നായിരിക്കും ലൈവിലും അനൗൺസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിഞ്ഞൊരു റിപ്പോർട്ട് പ്രകാരം പറയുന്നതാണ്. തമിഴ് ബിഗ് ബോസ് സീസണിൽ ഇത് ആദ്യമായിട്ട് തന്നെ ആയിരിക്കും. എന്നാലും മറ്റുള്ള ലാംഗ്വേജിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഫോർമാറ്റിൽ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് കേൾക്കുന്നത്. അപ്പൊ അതേപ്പറ്റി നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. നിലവിൽ ഇന്നലത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള രഞ്ജിത്തിന്റെ സ്ഥാനമേറ്റവും അതിനോടനുബന്ധിച്ച് പ്രോപ്പറായിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസിനെ എല്ലാം നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനിടയിൽ നിയന്ത്രിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ എല്ലാവരും കണ്ടസ്റ്റൻസ് തമ്മിൽ ഇവരെല്ലാം ഓരോ ഗ്രൂപ്പുകളായിട്ട് വെസല്, അതുപോലെ തന്നെ ക്ലീനിങ്ങിന്, അതുപോലെ തന്നെ കിച്ചണിങ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് തിരിക്കുന്നതിനിടയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ പേരിൽ ക്യാപ്റ്റനായിട്ടുള്ള രഞ്ജിത്തിന് ഇവരെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ നമ്മുടെ ദർശിക ക്യാപ്റ്റൻ സ്ഥാനം, അതായത് ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തു കഴിയുമ്പോൾ ബിഗ് ബോസ് 3 മുട്ടയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഓരോ മുട്ടയും എടുത്തു കഴിഞ്ഞാൽ ക്യാപ്റ്റന്റെ ആ ഒരു ഈ ആഴ്ചത്തെ സ്ഥാനം തെറിക്കും. അപ്പം ആദ്യത്തെ മുട്ട നമ്മൾ ദർശിക എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ആ ഒരു ക്രൗഡിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, അതൊരു ക്യാപ്റ്റന്റെ പവർ ഉപയോഗിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ആ ഒരു മുട്ട എടുത്തത്. അതിന്റെ പേരിലും കുറച്ച് തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഈ തർക്കങ്ങൾക്കിടയിലും അരുണും ദീപക്കും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മഞ്ജരിയും അരുണും റയാനും തമ്മിൽ കുറച്ച് വാക്ക് തർക്കങ്ങളും കാര്യങ്ങളും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂക്ക് ചെയ്തു എന്നതിന്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. എല്ലാവരും അതിനിടയിൽ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളും കഴിഞ്ഞ ഒരാഴ്ചത്തെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ തന്നെയാണ് മോർണിംഗ് സെഷനിൽ നടന്നത്. അതിനുശേഷം നമ്മുടെ നോമിനേഷൻസ് വന്നിരിക്കുന്നു. നോമിനേഷൻ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. അപ്പം നോമിനേഷൻസ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ച് വരുത്തി തന്നെയായിരുന്നു. അതുകൊണ്ട് കുറച്ചും കൂടി എന്താ പറയുന്നത്, ഡയറക്റ്റ് ആയിട്ട് നോമിനേഷൻ ചെയ്യുന്നതിലും കൂടെ കുറച്ചുകൂടി എല്ലാവരും കുറച്ച് സീക്രട്സി വെച്ചുകൊണ്ട് അവർക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ സാധിക്കാത്തതൊക്കെ ആ ഒരു രീതിയിൽ കൺഫെഷൻ റൂമിൽ വെച്ച് പറഞ്ഞ് അങ്ങനെയുള്ളവരെയാണ് നോമിനേഷനിലേക്ക് വന്നത്. അത് കൂട്ടത്തിൽ നോമിനേഷൻ ചെയ്തവർക്കൊക്കെ ഓരോ വട്ടപ്പേര്, അല്ലെന്നുണ്ടെങ്കിൽ അവർ എന്ത് കാരണത്തിലാണോ പറഞ്ഞത് അതിലൊരു 1 വേർഡിൽ അവരെ വിവരിക്കുക എന്നുള്ള രീതിയിലും കൂടെ കൊണ്ടുവന്ന് ബിഗ് ബോസ് ഓരോ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഓരോ കണ്ടസ്റ്റൻസിനും ഓരോ ബാഡ്ജും കൂടെ കൊടുത്തിരിക്കുകയാണ്. അവരെ ഏത് രീതിയിലാണ് നോമിനേറ്റ് ചെയ്തവർ വിളിച്ചത്, അവർക്കൊരു സിംഗിൾ വേർഡിൽ എന്നാ വിവരിക്കുമെന്നുള്ള ഒരു അർത്ഥത്തിൽ ഓരോ പേര് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബാഡ്ജിൽ 2 പേര് വെച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നീട് ആ ഒരു പേര് ആർക്കാണ് ഇട്ടതെന്നൊക്കെ കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ കാര്യങ്ങളും, അതിനുശേഷം നമ്മുടെ ഷോപ്പിംഗ് ടാസ്ക് ആണ് വന്നിരിക്കുന്നത്. ഓരോ തവണയും ഷോപ്പിങ്ങിന് അത്യാവശ്യം 8,500 1500 രൂപയൊക്കെ കഴിഞ്ഞ തവണയും കിട്ടിയിരുന്നു. അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാൻ സാധിച്ചു. ഇത്രയും 14 15 16 പേരുണ്ടായിട്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച വരെയും കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു. ഈ ഒരാഴ്ചയായപ്പോഴത്തേനും ഷോപ്പിംഗ് ടാസ്കിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു രീതികൾ മാറി, കുറച്ചുകൂടെ ടഫായി. അതായത് ഒരു മാഗ്നറ്റിക് ബോർഡിൽ പിക്ചർ ഉണ്ടായിരിക്കും, ഒരു മുഖം വെച്ചിട്ടുണ്ടാവും. അത് പുറകിൽ നിന്നുകൊണ്ട് ആ ഒരു ബോർഡിനടിയിൽ 2 ഹോള് കൊടുത്തിട്ട് അതിന്റെ കണ്ണ്, മൂക്ക്, വായ എന്നതൊക്കെ പാർട്സ് എല്ലാം ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അതെടുത്ത് കറക്റ്റ് പ്ലേസിൽ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുക എന്നതായിരുന്നു ടാസ്ക്. അപ്പം വളരെ ചുരുക്കം ചില ആൾക്കാരാണ് ഇത്രയും 15 കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ട് അത് ചെയ്തിരിക്കുന്നത്. ശരിയായിട്ട് ചെയ്യുന്ന ഓരോ കണ്ടസ്റ്റന്റിനും 500 പോയിന്റ്സ് വെച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ 3-4 പേരെന്തോ ചെയ്ത് 2000 രൂപ എന്തോ കിട്ടിയുള്ളൂ. ടോട്ടലി കുറച്ചുകൂടെ എന്ന് കുറച്ചെങ്കിലും ശരിയാക്കിയവരുടെയൊക്കെ എടുത്തിട്ട് ബിഗ് ബോസ് ഒരു 3000 രൂപയാണ് ഷോപ്പിംഗ് ടാസ്കിന് വേണ്ടി കൊടുത്തിരുന്നത്. നമുക്കറിയാം 7-8 അല്ലെന്നുണ്ടെങ്കിൽ 6-7 പേരുണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ഈ പറയുന്ന 4000 രൂപയ്ക്ക് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് പോലും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഫുഡിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒരാഴ്ച ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയും പേർക്ക് 15 പേർക്ക് 3000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഈ ഒരാഴ്ച കാണാം. ഫുഡിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നതൊക്കെ നമുക്ക് നോക്കാം. എങ്ങനെയായിരിക്കും അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഈ ഒരു ആഴ്ച നമുക്ക് അറിയാൻ സാധിക്കും. എന്താണെന്നുണ്ടെങ്കിലും ഷോപ്പിങ്ങും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു. വളരെ കുറച്ച് എമൗണ്ടിനാണ്. അതിന് പ്രത്യേകിച്ച് വാക്ക് തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ആ ഒരു സ്റ്റേജിലേക്ക് ഉണ്ടായില്ല. അങ്ങനെ ഈ ഒരു ദിവസം ആ ഒരു സംഭവം
പരിഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഈ ഒരു ദിവസം അവസാനിപ്പിച്ചു. പ്രത്യേകിച്ച് ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു എന്റർടൈനിങ് കിട്ടത്തക്ക രീതിയിലുള്ള ഒന്നും കൊടുക്കുന്നില്ല. സംഭവം ശരിയാണ്, വീക്ക് തുടങ്ങി, ദിവസം തുടങ്ങിയാണ്, ബിഗ് ബോസ് തുടങ്ങി, ഇത്ര 64 ദിവസമായി അവർക്ക് ഒരു ടാസ്കോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തുകൂടെ, വെറുതെ അങ്ങോട്ട് ഭയങ്കര ലേസി മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് എങ്ങനെയെങ്കിലും ഈ സീസൺ തീർക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഓടിക്കുകയാണോ എന്ന് പോലും തോന്നുന്ന രീതിയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇതൊക്കെ തീർന്ന് ആ ഒരു ദിവസം കഴിയുന്നു. അതിന്റെ ഇടയ്ക്ക് പിന്നെ നമ്മുടെ തർഷിക വിശാൽ ക്രിഞ്ച് കണ്ടന്റ് തന്നെ കുറച്ചു നേരം ഓടുന്നു. അതിന്റെ പേരിൽ കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളും അതൊക്കെ തന്നെയാണ് രാത്രി ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രേക്ഷകർക്കും വലിയ താല്പര്യമില്ലാത്തൊരു കണ്ടന്റ് തന്നെയാണ്. തർഷികയും വിശാലും ഈ ഒരു വീക്ക് നോമിനേഷൻസിലും ഉണ്ട്. തർഷിക പുറത്തേക്ക് പോകാനുള്ള സകല ചാൻസും ഉണ്ട്. വോട്ടിംഗ് ഒക്കെ കുറവാണ്. പ്രേക്ഷകരെല്ലാവരും പുറത്തേക്ക് പോകണം. ഇങ്ങനെ ഒരു കണ്ടന്റിനോട് ആർക്കും താല്പര്യവുമില്ല. അപ്പം ഇതാണ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഈ ഒരാഴ്ച ഇന്ന് നമുക്ക് നമ്മുടെ സർവൻ ആൻഡ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബോസ് എന്നൊരു വീക്ക്ലി ടാസ്ക് ആയിരിക്കും തുടങ്ങാൻ പോകുന്നത്. അപ്പം ആരൊക്കെയാകും മാസ്റ്റേഴ്സ് ആയിട്ടും ആരൊക്കെയായിരിക്കും സർവന്റ് ആകുന്നതും ഇനി ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുമോ എന്നതൊക്കെ നമുക്ക് നോക്കാം. സ്വാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. എന്നാലും ബിഗ് ബോസ് ഇത് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ നോക്കിയിരിക്കുകയാണ്. കാരണം അതിന്റെ ലിസ്റ്റും കാര്യങ്ങളും ആരൊക്കെയാണ് മാസ്റ്റേഴ്സ് ആരൊക്കെയാണ് സർവൻസ് എന്നതിലൊക്കെ കണ്ടിരുന്നു. ബിഗ് ബോസ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് എല്ലാവരും തന്നെ കുറച്ച് മിക്സ് ചെയ്ത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ രണ്ട് ടീമുകളിലും വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായാണ്. ഇതില് സ്ട്രോങ് ആയിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ട് ഡൊമിനേറ്റ് ചെയ്യുന്ന നമ്മുടെ മഞ്ജരി, ജാക്കലിൻ, അതുപോലെ ദീപക്, വിശാൽ ഇവരൊക്കെ ഒരു ഗ്രൂപ്പിലും, അതുപോലെ തന്നെ കുറച്ച് പാവമായിട്ട് അധികം ഇത് ചെയ്യുവല്ലാത്ത കുറച്ച് പേര് നമ്മുടെ പവിത്ര, അൻഷിത അതുപോലെയുള്ള കുറച്ച് പേരുകൾ ഒരു ടീമിലും. അപ്പം മൊത്തത്തിൽ വരുമ്പം ഈ ഒരു ടീം സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് ലിബറൽ ആയിരിക്കും, കുറച്ച് എന്താ പറയുന്ന കുറച്ച് ക്രൂരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ നിൽക്കത്തില്ല. കുറച്ച് മിക്സർ ആൾക്കാർ എല്ലാ രീതിയിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രണ്ട് ടീമിന്റെ സൈഡും സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാലും മികച്ച രീതിയിലേക്ക് ആ ഒരു ടാസ്ക് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആകും. എന്തായാലും നമുക്ക് നോക്കാം, എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഈ ഒരു ടാസ്ക് നമ്മുടെ സീസൺ 8 കണ്ടസ്റ്റൻസ് കുളവാക്കുകയോ ഇല്ലയോ എന്ന്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.